തിരുവിതാംകൂറിൻ്റെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ ജില്ലയിലെ ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ 1888 രൂപം കൊണ്ട രാജ്യത്തെ ആദ്യ നിയമനിർമ്മാണ സഭ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അത് പിൽക്കാലത്ത് വിപുലീകരിച്ച് 1904 ശ്രീമൂലം പ്രജാസഭ എന്ന് പുനർനാമകരണം ചെയ്തു. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ഇത് സ്ഥാപിച്ചത്. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനും രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ നവോത്ഥാനങ്ങൾക്കും തുടക്കം കുറിച്ചത് ഈ ശ്രീമൂലം പ്രജാസഭ വഴിയാണ്. ഇതിൻ്റെ ഭാഗമായി 1912 ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരിയിൽ സ്ഥാപിച്ച സ്കൂളാണ് ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചരിത്രമുറങ്ങുന്ന ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത സ്കൂളാണ് ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ തൈക്കാട്ടുശ്ശേരി. ഞങ്ങളുടെ 1994 SLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മുൻ കേരള DGPയും രാജ്യത്തിൻ്റെ റോഡ് ഡയറക്ടറായി വിശിഷ്ട സേവനം അനുഷ്ഠിച്ച ശ്രീ PK ഹോർമിസ് തരകം സാറാണ്. അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമ്മളൊരു 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളിൻ്റെ റീയൂണിയനാണ്. തൈക്കാട്ടുശ്ശേരി SMSJ ഹൈസ്കൂളിലാണ് ഇന്ന് നമ്മളുള്ളത്. ഞാൻ പഠിച്ച സ്കൂളാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടാമത് ഒത്തുകൂടിയിരിക്കുകയാണ്. ആ സുഹൃത്താണ് പ്രേംകൃഷ്ണൻ. ഇദ്ദേഹം വളരെ പ്രശസ്തനായ സംഗീതജ്ഞനാണ്. എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇത് ബിജു ആന്റണി, ഞങ്ങളുടെ ഇതിൻ്റെ സംഘാടകനാണ്. പുള്ളി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അവർ രണ്ടു വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, സനോജിന്റെ യൂട്യൂബ് ചാനലിന്റെ ഒരു ആരാധകനാണ്. ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായ രുചികരമായ അത് സവിശേഷമായ അവതരണ രീതിയോടുകൂടി ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സനോജ് അവതരിപ്പിക്കാറുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടാതെ വ്യത്യസ്തമായ വീഡിയോകൾ, അവതരണത്തിൻ്റെ രീതിയുടെ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെയുള്ള ധാരാളം വേറിട്ട കണ്ടൻറ്റുകൾ ആ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തന്നെയല്ല, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ചേർത്ത് പിടിക്കാനുള്ള മനസ്സ്. കാരണം നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ, ഞങ്ങളുടെ 94 ബാച്ചിൻ്റെ ഈ ഒരു റീയൂണിയനിൽ ആദ്യാന്തം ഏറ്റവും സക്രിയമായി എല്ലാ സുഹൃത്തുക്കളെയും പഴയ സ്നേഹത്തോടെ വിളിക്കുകയും എല്ലാവർക്കും വരാൻ തോന്നുന്ന തരത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലും സനോജ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് സനോജിനും സനോജിൻ്റെ ചാനലിനും പിന്നെ ഞങ്ങളുടെ 94 റീയൂണിയൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അതിനും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരുകയാണ്. എല്ലാവരോടും ആ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുകയുമാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു ആന്റണി. ഞാൻ തൈക്കാട്ടുശ്ശേരി SMSJ സ്കൂളിൽ 1994 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ ഒരു 30 വർഷത്തോളം കാലമായി ഈ SLC പഠിച്ചവർ പരസ്പരം കാണാതെ 15 വർഷക്കാലമായിട്ട് മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി ഒരു റീയൂണിയൻ അറേഞ്ച് ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ അംഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ഓൾമോസ്റ്റ് 90% മേലെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തി. 120-130 പേരോളം ഉണ്ട്. ആ കണ്ടെത്തി അവരെല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് ഞങ്ങളൊരു റീയൂണിയൻ അറേഞ്ച് ചെയ്യുകയാണ്. ഞങ്ങളെ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കുക എന്നൊരു ചടങ്ങ്. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വെറും ഒരു റീയൂണിയൻ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളാൽ കഴിയാവുന്ന വിധം സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് അവരെയും ഒരേപോലെ ജീവിതത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ശാരീരികമോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ പരസ്പരം സഹായിക്കുക എന്നുള്ള ലക്ഷ്യവും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസുകൾ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. ഇപ്പോൾ വളരെ ശുഷ്കമായ കുട്ടികൾ മാതിരി സ്കൂളിലുള്ളൂ. അപ്പോൾ ഇനിയും ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഞങ്ങൾക്ക് ആ സ്കൂളിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളുടെ ഈ റീയൂണിയനിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനാശംസകൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. കവിയും ഗാനരചയിതാവും പ്രാസംഗികനും സംഗീതജ്ഞനും
എന്നീ പല മേഖലകളിലും തൻ്റേതായ കഴിവ് തെളിയിച്ച ശ്രീ പ്രേംകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ശ്രീ പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നീ പ്രമുഖ ഗായകരെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം പല ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ഗായകനും ഒരു സംഗീത സംവിധായകനുമാണ് അദ്ദേഹം. മലയാള സിനിമയിലെ പിന്നണി ഗാന രംഗത്തേക്ക് ഉടൻ തന്നെ പ്രവേശിക്കാൻ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ പ്രേംകൃഷ്ണനെ 1994 SLC ബാച്ചിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രേംകൃഷ്ണൻ, ഒരു സംഗീത സംവിധായകനാണ്. ചിലർക്കെങ്കിലും അറിയാൻ കഴിയും. അതുകൂടാതെ ആനുകാലികങ്ങളിലൊക്കെ കുറച്ച് കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ സ്കൂൾ കൂട്ടായ്മ 90 തൈക്കാട്ടുശ്ശേരി അതിൻ്റെ റീയൂണിയനുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ സംസാരിക്കാൻ, ആശംസകൾ നേരാൻ ഏറ്റവും പ്രിയ സുഹൃത്തും സഹപാഠിയുമായ ദൃശ്യമാധ്യമ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര, പാചക റെസിപ്പികളുടെ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ധാരാളം സബ്സ്ക്രൈബ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായുള്ള ശ്രീ സനോജിൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംഗീതം ചെയ്ത പാട്ടുകളിൽ 1-2 പാട്ടുകൾ പാടണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സംഗീതം ചെയ്ത് ശ്രീമതി ദീപാ ദിനേശ് എന്ന് പറഞ്ഞ കവിയുടെ വരികളിൽ സംഗീതം ചെയ്ത് വലിയൊരു ഹിറ്റായൊരു ഗാനമുണ്ട്. സൈന മ്യൂസിക് വഴി റിലീസായത് മഴ പോലും അറിയാതെ. ആ ഗാനത്തിലെ കുറച്ച് വരികൾ, പിന്നെ മറ്റൊരു ചലച്ചിത്രത്തിലെ വെള്ളം എന്ന ചലച്ചിത്രത്തിലെ കുറച്ച് ഭാഗം ആലപിക്കുകയാണ്. മഴ പോലും അറിയാതെ പ്രണയം പൂത്തെന്ന് തൊടിയില വേലിപ്പടർപ്പിലെ പൂച്ചെടി. മഴ പോലും അറിയാതെ പ്രണയം പൂത്തെന്ന് തൊടിയില വേലിപ്പടർപ്പിലെ പൂച്ചെടി. അളവേതുമില്ലാതവളെ ഞാൻ ഇന്നലെ അതിരറ്റു നോക്കി നിന്നിരുന്നു. അളവേതുമില്ലാതവളെ ഞാൻ ഇന്നലെ അതിരറ്റു നോക്കി നിന്നിരുന്നു. മഴ പോലും അറിയാതെ പ്രണയം പൂത്തെന്ന് തൊടിയില വേലിപ്പടർപ്പിലെ പൂച്ചെടി. ഗാനം ഒരുപാട് വൈകാരികമായി പ്രേക്ഷകരെ ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു ഗാനമാണ്. വെള്ളം സിനിമയിൽ ശ്രമിക്കുകയാണ്. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്ത രാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി, കാറ്റും